ആനന്ദമായ ആസ്വാദനത്തിന്റെ അനുഭവ വേദി. ഇത് റെഡ് കാർപ്പറ്റ്. വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ചുങ്ക ജ്വല്ലറി റെഡ് കാർപ്പറ്റ്. എൻ്റെ പ്രിയ സുഹൃത്തും മലയാളികളുടെ സ്വന്തം സ്വന്തം വീട്ടിലെ കുട്ടിയും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട അഭിനേത്രി മിയ. ലെറ്റ്സ് വെൽക്കം ടു ദി ഷോ. സെയിം ആണ്, ഷോളൊക്കെ ഇങ്ങനെ ഭയങ്കര അടിപൊളിയായിട്ട് ഞങ്ങൾ വന്നിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു അടിപൊളി നമ്മുടെ എപ്പിസോഡിന് ഫുൾ ഉണ്ടാവും എന്ന് വിചാരിക്കാം. ആദ്യം തന്നെ ചോദിക്കാൻ പോകുന്നത്, മിനി സ്ക്രീനിൽ നിന്നാണ് മിയയുടെ ഒരു തുടക്കം. ആ ഒരു മിനി സ്ക്രീനിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് വന്നപ്പോൾ ആ യാത്ര, അതിന്റെ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ആ ഒരു അനുഭവങ്ങൾ, അതിന്റെ മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എന്നെ സിനിമയിൽ വന്നതിന് ശേഷമാണ് ആൾക്കാർ തിരിച്ചറിയാൻ തുടങ്ങിയത്. ഞാൻ 2 സീരിയലുകളാണ് ചെയ്തിട്ടുള്ളത്. അൽഫോൻസാമ എന്ന് പറഞ്ഞൊരു സീരിയലും പിന്നെ കുഞ്ഞാലി വരയ്ക്കാർ എന്ന് പറയുന്ന ഒരു 2 സീരിയലാണ്. അത് ഞാൻ +1 ഉം +2 ഉം പഠിക്കുന്ന സമയത്താണ്. അപ്പൊ ഇത് രണ്ടും ഈ പുരാണ സംഭവങ്ങളാണല്ലോ. അപ്പൊ അത് കാരണം മാതാവായിട്ട് അഭിനയിക്കുമ്പോൾ ഫേസ് മാത്രം ജസ്റ്റ് കാണുന്നേ ഉള്ളൂ. മാതാവിന്റെ ആ ഒരു വേഷമൊക്കെയാണ്. ഒരു മനുഷ്യൻ അങ്ങനെ പെട്ടെന്ന് തന്നെ കാണുമ്പോൾ തിരിച്ചറിയൊന്നുമില്ല. അപ്പൊ ഈ പെട്ടെന്ന് ആളുകൾ കാണുന്നതും തിരിച്ചറിയുന്നതും ഇന്നതിലെ ആളല്ലേ എന്നൊക്കെ ചോദിക്കുന്നത് തുടങ്ങിയത് സിനിമ വന്നതിന് ശേഷമാണ്. അതും എനിക്ക് ചേട്ടായിസ് പോലെയാണ് ആൾക്കാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് റെക്കഗ്നൈസ് ചെയ്ത് തുടങ്ങിയത്. അപ്പൊ അതൊരു മാറ്റമായിരുന്നു. എങ്ങനെയായിരുന്നു ആ യാത്ര? സീരിയലിൽ നിന്ന് നേരെ ആദ്യം അഭിനയിച്ചത് രാജസേൻ സാറിന്റെ ഫിലിമായിരുന്നു. സാറ് നേരില് ഫോം വിളിക്കുക ചെയ്തത്. ഇങ്ങനെ സാറിന്റെ ഫിലിമില് നായകന്റെ പെങ്ങളായിട്ടുള്ള റോളായിരുന്നു. അപ്പൊ ഇങ്ങനെ മണിക്കുട്ടി എന്ന് പറയുന്ന ഒരു നായകന്റെ പെങ്ങളായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പൊ നമ്മള് സിനിമ ഇങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ഭയങ്കര അംബീഷ്യസ് ആയിട്ടുള്ള ഒരു പാർട്ടി ആയിരുന്നില്ല. പിന്നെ ചേട്ടായിസ് ഒക്കെ മുതലാണ് എനിക്ക് ഞാൻ പാഷനേറ്റ് ആയി തുടങ്ങിയത്. അതായത് ഇതൊരു പ്രൊഫഷൻ ആണെന്നും ഇത് ഇങ്ങനെ എനിക്ക് തന്നെ ഇഷ്ടമായി, എനിക്കിത് പെർസീവ് ചെയ്യണം എന്നുള്ളൊരു ഫീലിംഗ് വന്നത്. ഈ പേര് മാറ്റത്തിലേക്ക് അടക്കാം. അവിടെയും നമ്മൾ തമ്മിൽ സാമ്യമുണ്ട്. ഞാനും പേര് മാറ്റി. പൂജ. എന്റെ ശരിക്കുള്ള പേര് പൂജ. ജിമി അല്ലേ? അതെ. ജിമിയിൽ നിന്ന് മിയയിലേക്കുള്ള ആ ഒരു മാറ്റം അതും ആരെങ്കിലും പറഞ്ഞിട്ട് ചെയ്തതാണോ, അതെയോ മിയ തന്നെ സ്വന്തമായിട്ടായിരിക്കില്ല, എന്തായാലും ആരെയും പറഞ്ഞിട്ടായിരിക്കും, പക്ഷെ ഒരുപാട് പേരുകളിൽ നിന്ന് ചൂസ് ചെയ്ത പേരാണോ മിയ? എനിക്ക് ഈ പേര് ചേട്ടായിസ് മുതലാണ് ഈ ഒരു പേരുള്ളത്. അപ്പൊ ഇത് വരാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ചേട്ടായിസ് പടം ഇങ്ങനെ അനൗൺസ് ചെയ്തപ്പോഴത്തേക്കും കുറച്ച് മീഡിയ ആൾക്കാർ ഡയറക്ടറിന്റെ അടുത്ത് ചോദിച്ചു ആരാണ് ഇതിന്റെ നായിക ആരാണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ജിമ്മി ജോർജ് എന്ന് പറഞ്ഞു. അപ്പൊ പലർക്കും ജിമ്മി, ജിലു, ജിലി അങ്ങനെ പല വാക്ക്. അപ്പൊ ഈ പേര് രജിസ്റ്റർ ആവുന്നില്ല എന്നുള്ളൊരു കാര്യം അപ്പൊ തോന്നി. അപ്പൊ അതുകൊണ്ട് അവര് ആ ഡയറക്ഷൻ ടീം തന്നെ ആണ് പറഞ്ഞത്, നമുക്ക് ഇത് പേര് എല്ലാരും മിസ്റ്റേക്ക് വരുത്തുന്നു, അപ്പൊ നമുക്ക് ഇത് ഒന്ന് ചേഞ്ച് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ് ഓഫ് നെയിംസ് എനിക്ക് തന്നു. അപ്പൊ അതിനകത്ത് ഇങ്ങനെ ഈ പറയുന്ന പോലെ ദിയ, ലിയ, മിയ അങ്ങനത്തെ പിന്നെ വേറെയും ചില കാര്യങ്ങൾ വാക്കുകളും പേരുകളും ഒക്കെ ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പോ ബിജു ചേട്ടനാണ് പറഞ്ഞത് ഈ ക്യാരക്ടറിന് സിനിമയ്ക്കകത്ത് ബിജു ചേട്ടൻ വിളിക്കുന്ന ഒരു ചെല്ലപ്പേര് മിയക്കുട്ടി എന്നാണ്. സിനിമയിൽ ഒരു പ്രാവശ്യം അത് വിളിക്കുന്നുള്ളൂ, ബാക്കി കൂടുതലും മെർലിൻ എന്നുള്ള ക്യാരക്ടർ നെയിമാ പറയുന്നത്. അപ്പൊ ബിജു ചേട്ടനാണ് പറഞ്ഞത് നമ്മൾ ഇതിനകത്ത് മിയക്കുട്ടി എന്നല്ലേ, എന്നാ പിന്നെ മിയാന്ന് ഇട്ടാലോ എന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് ഡയറക്ടർ വിളിച്ചിട്ടാ ചോദിക്കുന്നത്, നമുക്ക് മിയാന്നാക്കിയാലോ? ബിജു പറഞ്ഞു മിയാന്നാക്കിയാലോ. ആയിക്കോട്ടെ, എന്താണ് ഞാൻ അന്നും ഇന്നും ഇങ്ങനെ ചെയ്യട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിക്കോട്ടെ, നിങ്ങളുടെ വാളെ എന്തെങ്കിലും ചെയ്യേ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. പക്ഷെ പിന്നീട് അത് ഇഷ്ടമായി. ആ പേര് ഒരു ക്യൂട്ട് നെയിമാണ്. എനിക്ക് അന്നും ഇന്നും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ മിയ എന്നുള്ള പേര് ഇടട്ടെ എന്ന് ചോദിച്ചപ്പോ ഞാനത് വേഗം പൂച്ചകളായിട്ടാണ് ഞാൻ റിലേറ്റ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനെ കളിയാക്കി വിളിക്കുന്നവരും ഉണ്ടല്ലോ. ബീച്ചേട്ടനൊക്കെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയൊക്കെ വിളിക്കായിരുന്നു. ആദ്യം നമ്മള് പേര് മാറ്റുമ്പോ നമ്മൾ പഠിക്കുന്നില്ലല്ലോ, വിളിച്ചാലും തിരിഞ്ഞു നോക്കില്ല, നമ്മൾ മൈൻഡ് ചെയ്തില്ല. പിന്നെ ഇങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ളൂ മിയാവൂ എന്നൊക്കെ വിളിക്കുമ്പോഴാണ് എന്താണ് എന്നെ വിളിച്ചല്ലേ എന്നൊക്കെ പറഞ്ഞ് തിരിഞ്ഞു നോക്കുന്നത്. തനിക്കും അങ്ങനെ തന്നെ ആയിരിക്കും. എനിക്കും അങ്ങനെ അനുഭവം. പെട്ടെന്ന് നമുക്കത് മനസ്സിലാവില്ലല്ലോ. ഇനി നമുക്ക് ചോദിക്കാം, മിയ പാട്ട് പാടും എന്നുള്ളത് എനിക്കറിയാം, അത് ഞാൻ മാറ്റി വെക്കാണ്. നമുക്കൊരു പാട്ട് പ്രതീക്ഷിക്കുന്നു. വേണമെങ്കിൽ എന്തെങ്കിലും ആലോചിച്ച് വെച്ചോ. അയ്യോ, അതിന് മുൻപായിട്ട് സച്ചിയേട്ടന്റെ സിനിമകളില് മിയയ്ക്ക് ഒരു നല്ലൊരു സ്ട്രോങ് സ്ത്രീ കഥാപാത്രം ഇപ്പോഴും കിട്ടാറുണ്ട്. സച്ചിയേട്ടനുമായിട്ടുള്ള വർക്കിംഗ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും നല്ലൊരു ഓർമ്മ? അയ്യോ, ഇഷ്ടം പോലെ ഓർമ്മകളുണ്ട്. നമ്മളിപ്പോ പറഞ്ഞ ചേട്ടായിസ് എന്ന് പറഞ്ഞ മൂവിയും സച്ചിയേട്ടന്റെ സ്ക്രിപ്റ്റ് ആണ്. അപ്പോ സച്ചിയേട്ടന്റെ കൂടെ 4 പടങ്ങളാണ് ചെയ്യാൻ പറ്റിയത്. ചേട്ടായിസ് ചെയ്തു, അനാർക്കലി ചെയ്തു. അനാർക്കലി സച്ചിയേട്ടന്റെ ആദ്യത്തെ സംവിധാനം സിനിമയായിരുന്നു. പിന്നെ ഷെർലക് ടോംസ് എന്ന് പറഞ്ഞ സിനിമയും സച്ചിയേട്ടന്റെ സ്ക്രിപ്റ്റ് ആയിരുന്നു. പിന്നെ എന്താണ് ഡ്രൈവിംഗ് ലൈസൻസ്, അതാണ് ഏറ്റവും ലാസ്റ്റ് വന്നത്. അപ്പോൾ അങ്ങനെ 4 സിനിമയാണ് എനിക്ക് ചെയ്യാൻ പറ്റിയത്. അപ്പൊ ഞാൻ തന്നെ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ഞാൻ
ഇത്രയും നാൾ സിനിമ അഭിനയിച്ചിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള ഡയലോഗ്സ് എഴുതിയിരിക്കുന്നത് സച്ചിയേട്ടനാണ്. സച്ചിന്റെ ഡയലോഗുകളാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മളിങ്ങനെ ആൾക്കാരെ പേഴ്സണലായിട്ട് ഇങ്ങനെ കാണുമ്പോഴത്തേക്കും ആ സിനിമ ഇഷ്ടമാണ് കേട്ടോ, ചിലതൊക്കെ ഇങ്ങനെ എടുത്ത് പറയില്ല, ഒരു 3-4 സിനിമ എടുത്ത് പറയുമല്ലോ, അതിനകത്ത് എപ്പോഴും സച്ചിയേട്ടൻ്റെ പടങ്ങളുണ്ടാവും. എൻ്റെ കരിയറിൽ എനിക്ക് ഒരു നല്ലൊരു സിനിമകൾ സമ്മാനിച്ച ഒരു വ്യക്തിയാണ് സച്ചിയേട്ടൻ. ഇപ്പൊ ഇല്ല. എനിക്ക് കുറച്ച് ഞാൻ എൻ്റെ വെഡിങ്ങിന്റെ കാര്യമൊക്കെ പറഞ്ഞ് ഞാൻ വിളിച്ചു. അപ്പോൾ നിന്റെ കല്യാണത്തിന് ഞാൻ ഉറപ്പായിട്ടും വരും എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞിട്ട് വിളിച്ച് എന്നെ വിഷസൊക്കെ അറിയിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇങ്ങനെ ചേട്ടന് ഇങ്ങനെ. ശരിക്കും മലയാള സിനിമയ്ക്ക് ഒരു വലിയൊരു നഷ്ടം തന്നെയാണ് അദ്ദേഹം. കാരണം ഒരുപാട് നല്ല സിനിമകൾ എഴുതിയിട്ടുണ്ട്. ഇനിയും ഒരുപാട് കഥാപാത്രങ്ങൾ ബാക്കി വെച്ചിട്ടാണ് അദ്ദേഹം പോയിരിക്കുന്നത്. മുഴുവൻ മലയാളം ഇൻഡസ്ട്രി അദ്ദേഹത്തെ ഒരുപാട് സ്നേഹിച്ചിരുന്നു, ആരാധിച്ചിരുന്നു. കാരണം അത് അമ്മയുടെ ഒരു ഗുരുതുല്യനായ ഒരു സ്ഥാനമായിരുന്നു അദ്ദേഹത്തിന്. തീർച്ചയായിട്ടും അങ്ങനെയാണ്. എന്തായാലും നമ്മളെല്ലാവരും റെഡ് കാർപ്പറ്റിന്റെ വേദിയിൽ ഒരു നിമിഷം അദ്ദേഹത്തെ കുറിച്ച് ഓർക്കുന്നു. നമ്മുടെ കണ്ടസ്റ്റന്റ് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ഒരു പെർഫോമൻസുമായിട്ട്. അതിനുമുമ്പ് മിയയുടെ ഒരു പാട്ട് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. 2 വരി പാട്ട്, ഇഷ്ടമുള്ള ഒരു പാട്ട് പാടിക്കോളൂ. കാതൽ റോജാവേ എങ്കേ നീ എങ്കേ കണ്ണീർ വഴിയുതടി കണ്ണേ കണ്ണുക്കുൾ നീതാ കണ്ണീരിൽ നീതാ കൺമൂടി പാർത്താൽ നെഞ്ചുക്കുൾ നീതാ എന്നാനോ ഏതാനോ എന്തായാലും പറഞ്ഞ സമയത്ത് തന്നെ വളരെ ക്യൂട്ടായിട്ട് ആ പാട്ട് പാടി. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ആതിര മുരളി. എൻ്റെ സ്വന്തം നാട് പുനലൂരാണ്. ഇപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് താമസിക്കുന്നു. എന്നോടൊപ്പം എൻ്റെ അച്ഛനും അമ്മയും അനിയനും ഉണ്ട്. വെയിലറിയാതെ മഴയറിയാതെ വർഷങ്ങൾ പോകുവതറിയാതെ. ഒരു സംഗീത കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് തന്നെ ചെറുപ്പം മുതലേ സംഗീത വാസന ഉണ്ടായിരുന്നു. ആദ്യത്തെ ഗുരുക്കന്മാർ എൻ്റെ അച്ഛനും അമ്മയും തന്നെയാണ്. പിന്നീട് പുനലൂർ ബാലകലാഭവനിൽ പഠിച്ചു, സോപാനം സ്കൂൾ ഓഫ് മ്യൂസിക്കിൽ പഠിച്ചു. അവിടെ എല്ലാം പഠിച്ചു. ഇപ്പോൾ ഞാൻ അടൂർ പി സുദർശൻ സാറിൻ്റെ അടുത്താണ് കർണാട്ടിക് മ്യൂസിക് പഠിക്കുന്നത്. ഏതൊരു ഗായികയും അല്ലെങ്കിൽ ഒരു ഗായകനെ സംബന്ധിച്ചെടുത്ത് ഒരു വലിയൊരു ആഗ്രഹമായിരിക്കും ഒരു സിനിമയിൽ പാടുക എന്നുള്ളത്. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് അങ്ങനെ ഒരു അവസരം ലഭിച്ചത് ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അപ്പോൾ അവൻ എന്ന ചിത്രത്തിലാണ് ഞാൻ ആദ്യമായിട്ട് പാടിയത്. അമൃത ടിവിയിലെ റെഡ് കാർപ്പറ്റ് എന്ന പ്രോഗ്രാമിൽ എനിക്ക് വരാൻ കഴിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രോഗ്രാമാണ്, അല്ലെങ്കിൽ അവരുടെ ടാലൻസിനെ പ്രദർശിപ്പിക്കാൻ പറ്റുന്ന ഒരു വേദി. ഇത്തരത്തിലൊരു പ്രോഗ്രാമിൽ എനിക്കും ഭാഗമാവാൻ കഴിയുന്നതിൽ ഒരുപാട് സന്തോഷം. इतना करो ना मुझे प्यार इतना करो ना मुझे प्यार. സംഗീത സാന്ദ്രമായിട്ടുള്ള ഒരു എപ്പിസോഡാണ് നമുക്ക് വരാൻ പോകുന്നതിനുള്ളത് ഒരു തെളിവാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. ചെറിയൊരു തെളിവാണ് കണ്ടത്. ഇനി ആ കുട്ടി വരുമ്പോഴായിരിക്കും കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുക. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ SPB സാറിന്റെ ട്രിബ്യൂട്ട് ആയിട്ടുള്ള ഒരു എപ്പിസോഡിൽ പാട്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് വരാൻ പോകുന്നത്. നമുക്ക് സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ആതിര മുരളി. ആതിര, വിശേഷങ്ങളൊക്കെ സുഖമായിട്ട് പോകുന്നോ? സുഖമായിട്ട് പോകുന്നു. ആണോ? എന്തൊക്കെയാണ് പുതിയ എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ? ഞാനിപ്പോൾ ഡിഗ്രി കഴിഞ്ഞു. ഡിഗ്രി BA മ്യൂസിക് ആയിരുന്നു. അപ്പം ഫസ്റ്റ് റാങ്ക് ഉണ്ട്. അതാണ് പണ്ട് മുതൽ ആഗ്രഹിച്ചത് എനിക്ക്, അതായത് മ്യൂസിക് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി, അങ്ങനെ തന്നെയായിരുന്നു ഒരു ആഗ്രഹം? അതെ, ഒരു സംഗീത കുടുംബത്തിൽ തന്നെയാണ് ജനിച്ചത്. അച്ഛനും അമ്മയ്ക്കും ഒക്കെ എനിക്ക് പാട്ട് പഠിപ്പിക്കാൻ തന്നെയാണ് അവർക്ക് അതായിരുന്നു ആഗ്രഹം. അതെ, എന്റെ ആഗ്രഹം അത് തന്നെ. പക്ഷേ ഒരു എഡ്യൂക്കേഷനിൽ അങ്ങനെ പോകണം എന്ന് വിചാരിച്ചതേ ഇല്ല. അതൊരു നല്ല തീരുമാനമായിരുന്നു എന്നുള്ളതാണ് ആ ഫസ്റ്റ് റാങ്ക് തെളിയിക്കുന്നത്. റെഡ് കാർപ്പറ്റിന്റെ വേദിയിൽ വന്നിട്ട് എന്ത് തോന്നുന്നു? നമ്മൾ ഏത് ചാനൽ നോക്കുകയാണെങ്കിലും സ്ഥിരമായിട്ട് കാണുന്ന കുറെ മുഖങ്ങളായിരിക്കും അല്ലേ. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ന്യൂ ടാലൻസിനെ കണ്ടുപിടിക്കാനുള്ള, അല്ലെങ്കിൽ അവർക്കൊരു വേദി ഒരുക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. അതിന് ഒരുപാട് നന്ദിയുണ്ട് റെഡ് കാർപ്പറ്റിനോട്. ഞങ്ങൾക്ക് ഒരുപാട് ഒരു അംഗീകാരമായി അത്. ഒരിക്കൽ കൂടി റെഡ് കാർപ്പറ്റിന് ഒരുപാട് നന്ദി, ഒരു അവസരം എനിക്ക് ഒരുക്കി തന്നതിന്.
താങ്ക് യു സോ മച്ച്. അമൃത ടിവിക്കും റെഡ് കാർപ്പറ്റിനും ഒരുപാട് നന്ദി. താങ്ക് യു. അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കാണ്. ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ SPB സാറിനെ ഓർത്തു, സച്ചിയേട്ടനെ കുറിച്ച് ഓർത്തു. നല്ലൊരു എപ്പിസോഡായിരുന്നു. നല്ല പാട്ട് കേട്ടു.